അന്യ, പ്ലീസ് മോളെ, ഇതും കൂടി കഴിക്കൂ. എബി വച്ച് നീട്ടിയ ദോശയുടെ പീസ് അവൾ കൈകൊണ്ട് മാറ്റി. വേണ്ട ബിച്ച, പറ്റുന്നില്ല. വല്ലാത്ത കയ്പ്. ചുണ്ടു വരണ്ടു പറ്റുന്നില്ല. എങ്കിൽ ഈ ജ്യൂസെങ്കിലും പ്ലീസ് മോളെ. എബിയുടെ മുഖം കണ്ടപ്പോൾ വന്യ അറിയാതെ വായ തോർന്നു. പതിയെ പതിയെ ജ്യൂസ് മുഴുവൻ കുടിച്ചു. ഗ്ലാസ് മാറ്റി എബി നോക്കുമ്പോൾ വന്യ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അവൾ വേഗം വായ പൊത്തി. എബി അവൾക്കരികിൽ വരും മുൻപേ അവൾ ഛർദ്ദിച്ചു. അവൻ രണ്ട് കൈയിലും അത് ഏറ്റുവാങ്ങി ടോയ്ലറ്റിലേക്ക് പോയി. തിരികെ കൈയും കഴുകി വന്നു. അവളുടെ വായും മുഖവും ഒക്കെ കഴുകി കൊടുത്തു. ടവൽ അടുത്തുള്ള ചേറിൽ വിരിച്ചു തിരിഞ്ഞതും അവന്റെ കയ്യിൽ അവൾ പിടിച്ചു. മടുക്കുന്നില്ലേ എബിച്ചിന്? ഇപ്പൊ കുറെ ആയാലോ എന്റെ പിന്നാലെ. അർപ്പ് തോന്നില്ലേ എന്നോട്? എബിൻ അവളുടെ കൈ വിടുവിച്ചു. എന്തിനാ വന്യ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത്? നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല. അതെന്താ നീ മനസ്സിലാക്കാത്തെ? എബിച്ച, നീ ഒന്ന് ഉറങ്ങാൻ നോക്ക്. എബിച്ചൻ കൂടി എൻ്റെ അടുത്ത് കിടക്കൂ. എനിക്ക് ഉറക്കം വരുന്നില്ല. എബി അവളുടെ അടുത്ത് കിടന്നു. അവളെ മാറോട് ചേർത്ത് പിടിച്ചു. അവന്റെ കണ്ണിൽ നിറഞ്ഞ കണ്ണുനീരിനെ അവൾ കാണാതെ തുടച്ചു. കോളേജിൽ പഠിക്കുമ്പോൾ തുടങ്ങിയ പ്രണയമാണ്. അത് വിവാഹത്തിലെത്തി. അവളുടെ പഠിപ്പ് കൂടി കഴിഞ്ഞ് മതി കുട്ടികളെന്നായിരുന്നു തീരുമാനം. പക്ഷെ അതിനു മുൻപ് ഇടയ്ക്കിടെ വരുന്ന പനിയും തളർച്ചയും ക്ഷീണവും വന്യയെ രോഗിയാക്കിക്കൊണ്ടിരുന്നു. സമയത്തിന് ആഹാരം കഴിക്കാതെയും ഉറങ്ങാതെയും അവൾ വല്ലാതെ മോശപ്പെട്ടു. തളർച്ച കാരണം തലകറങ്ങി വീഴുന്ന വന്യയെ എബി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തി ചില ടെസ്റ്റുകളിൽ നിന്നാണ് വന്യയ്ക്ക് ബ്ലഡ് ക്യാൻസർ ആണെന്ന് കണ്ടുപിടിച്ചത്. ചികിത്സ പലതും ചെയ്തു കണ്ടുവെങ്കിലും ഓരോ ദിവസം കഴിയുന്തോറും വന്യയുടെ പ്രതീക്ഷകൾ അസ്തമിച്ചുകൊണ്ടിരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും ജീവിതം തന്നെ മടുപ്പായവളെ പോലെ അവൾ സംസാരിച്ചുകൊണ്ടിരുന്നു. എബി ഏറ്റവും കൂടുതൽ തളർത്തിയത് വന്യയുടെ ആ സംസാരമായിരുന്നു. എന്തിനാണ് വന്യ നീ മനഃപൂർവ്വം ഇങ്ങനെ സംസാരിക്കുന്നത്? നിനക്ക് എന്നോടുള്ള ജീവിതം ഇത്രമാത്രം അടുത്തുപോയോ? ഒരിക്കൽ പോലും നീ ഇപ്പോൾ എന്നെ സ്നേഹിച്ചിരുന്നില്ലേ? എബിച്ചനെ സ്നേഹിക്കുന്നത് പോലെ വന്യ ജീവിതത്തിൽ ആരെയും സ്നേഹിച്ചിട്ടില്ല. എബിച്ചനോടൊപ്പം ജീവിച്ച് കൊതി തീർന്നിട്ടില്ല എനിക്ക്. പക്ഷെ എന്ത് ചെയ്യാൻ? കർത്താവ് അതിനുള്ള ആയുസ് എനിക്ക് തരുന്നില്ലല്ലോ. പക്ഷേ ജീവിതം മടുത്തതുപോലെയുള്ള നിന്റെ സംസാരം കേൾക്കുമ്പോൾ ഞാൻ ആകെ തളർന്നു പോകുന്നു. അന്ന് വൈകുന്നേരം ഡോക്ടർ തരകൻ എത്തുമ്പോൾ സർജറിയുടെ കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ എബിയോട് സംസാരിച്ചു. ഇത് ഭയപ്പെടാനുള്ള ഒരു രോഗമൊന്നുമല്ല മിസ്റ്റർ എബി. ഒട്ടേറെ പേർ രോഗം ഭേദമായി ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ വന്യയുടെ ഈ മാനസികാവസ്ഥയാണ് ഇവിടെ സർജറിക്ക് വില്ലനായി നിൽക്കുന്നത്. ജീവിതത്തിലേക്ക് തിരികെ വരണമെന്ന് പേഷ്യൻസ് എത്രമാത്രം ആഗ്രഹിക്കുന്നുവോ അത്രമാത്രം സർജറി എളുപ്പമായിരിക്കും. പക്ഷേ ജീവിതം തന്നെ കൈവിട്ടു പോയെന്ന സ്ഥിതിയിലുള്ള അവരുടെ ഈ മാനസികാവസ്ഥ സർജറിയെ പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് വന്യയ്ക്ക് വേണ്ടി 1-2 കൗൺസിലിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിലൂടെ നമുക്ക് സർജറി ചെയ്യാം. എന്താണ് മുഖത്ത് ഇത്രയും വലിയ വിഷമം? ഡോക്ടർ എന്തു പറഞ്ഞു? എബിയെ കണ്ട വന്യ ചോദിച്ചു. അസുഖം ഭേദമായി ജീവിതത്തിലേക്ക് വന്ന ഒരുപാട് പേരെക്കുറിച്ച് ഡോക്ടർ വാതോരാതെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ വന്യ മാത്രം എന്താണ് ഇതിന്റെ നെഗറ്റീവ് വശങ്ങൾ മാത്രം ചിന്തിക്കുന്നത് എന്നാണ് ഡോക്ടർ ചോദിക്കുന്നത്. ജീവിതത്തിലേക്ക് തിരികെ വന്നതിന് ശേഷം നമുക്ക് കുഞ്ഞുണ്ടാകുമോ? അഥവാ കുഞ്ഞുണ്ടായാൽ നമ്മുടെ കുഞ്ഞിനെയും ഈ അസുഖം ബാധിക്കുമോ എന്നൊക്കെയുള്ള ചിന്തകളാണ് എബി എന്നെ അലട്ടുന്നത്. കുഞ്ഞുങ്ങൾ എന്ന് വെച്ചാൽ എബിച്ചിന് ജീവനാണ്. അസുഖം ഭേദമായി വന്നു കഴിഞ്ഞാൽ ഒരു കുഞ്ഞിനെ എനിക്ക് തരാൻ എനിക്ക് കഴിയുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോകുന്നു. നീ എന്തിനാണ് എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? നിന്നേക്കാൾ വലുതാണോ എനിക്ക് കുഞ്ഞ്? നമുക്കൊരു കുഞ്ഞുണ്ടായില്ലെങ്കിൽ പോലും ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്താം. പക്ഷെ എന്നെ ആകെ തളർത്തുന്നത് നീയാണ്. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അതിനെ ഞാനിനി ഏത് രീതിയിലുള്ള ചിന്തകളെല്ലാം മാറ്റിവെച്ച് മനസ്സുകൊണ്ട് നീ ഓപ്പറേഷന് തയ്യാറാകണം. തിരികെ എന്നോടൊപ്പമുള്ള ജീവിതം കൊതിച്ചു വേണം നീ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകാൻ. ഓപ്പറേഷൻ കഴിഞ്ഞ് തിരികെ വരുന്ന നിന്നെയും കാത്ത് ഞാനിവിടെ ഉണ്ടാകും. അടുത്ത 2 ദിവസങ്ങൾ ഒരുവിധം കൗൺസിലിങ്ങും ഒക്കെയായി കടന്നു പോകുമ്പോൾ വന്യയിൽ ചെറിയ ചില ശുഭപ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നാണ് വന്യയുടെ ഓപ്പറേഷൻ. ഇരു വീടുകളിൽ നിന്നും ബന്ധുക്കളും അത്യാവശ്യം സുഹൃത്തുക്കളും മാത്രമേ വന്നിട്ടുള്ളൂ. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ അവളുടെ കൈകൾ പിടിച്ച് വിതുമ്പുന്നുണ്ടായിരുന്നു. എബിയുടെ അടുത്തെത്തുമ്പോഴേക്കും വന്യയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പക്ഷേ എബി അവളുടെ കൈകൾ ചുണ്ടോട് ചേർത്ത് പിടിച്ച് അതിൽ ചുംബിച്ചു. ഞാനിവിടെ നിനക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. അവൻ്റെ ഓരോ വാക്ക് മാത്രം മതിയായിരുന്നു. ഓപ്പറേഷൻ വിജയകരമായിരുന്നു. വളരെ പ്രതീക്ഷയോടു കൂടി തന്നെയാണ് ഡോക്ടർമാർ എബിയോട് പറഞ്ഞത്. അവളെ ഒന്ന് കയറി കാണണമെന്നുള്ളത് എബിയുടെ ആഗ്രഹത്തെ സെഡഷനിലാണ് ബോധം വന്ന ശേഷം കാണാമെന്നുള്ള സംവിധാനം ഉണ്ടാക്കാം. എബിയുടെ തോളിൽ തട്ടി ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് ഡോക്ടർ കടന്നുപോയി. വൈകുന്നേരം 6 മണിയോടുകൂടി വന്യയ്ക്ക് ബോധം വീഴുകയും എബിയെ കാണണമെന്ന് പറയുകയും ചെയ്തു. സന്തോഷത്തോടു കൂടി എബി വന്യ ഐസിയുവിൽ കയറി കണ്ടു. ഏകദേശം 1 മാസത്തോളം ഹോസ്പിറ്റലിൽ വീണ്ടും കഴിയേണ്ടതായി വന്നു. ഈ ദിവസങ്ങളിൽ വന്യയിൽ പ്രകടമായ മാറ്റം തന്നെ ഉണ്ടായി. മെഡിസിനോടെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ അവൾ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. ഇന്നാണ് ഡിസ്ചാർജ് വാങ്ങി എബിയും വന്യയും കൂടി അവരുടെ വീട്ടിലേക്ക് വരുന്നത്. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇരുവരെയും സ്വീകരിച്ചത്. ദിവസങ്ങൾ ഓടിമറിഞ്ഞു. പല നിറത്തിലുള്ള ബലൂണുകളും വർണ്ണക്കടലാസുകളും കൊണ്ട് അലങ്കരിച്ച വീട്ടിലേക്ക് അതിഥികൾ ഓരോരുത്തരായി എത്തിക്കൊണ്ടേയിരുന്നു.
എൻ്റെ എബി എത്ര നേരമായെന്നറിയോ? ഗസ്റ്റുകൾ വന്ന് വെയിറ്റ് ചെയ്യുന്നു. അമ്മച്ചി ഒരു 5 മിനിറ്റ് കൂടി, ഞാനിതാ വരുന്നു. എബി വേഗം സ്റ്റെയർ കയറി മുറിലേക്ക് പോയി. ഡോർ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ കണ്ടു വാഷ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന വന്യെ. എന്നതാ കൊച്ചെ ഇത്? എത്ര നേരമായി ഗസ്റ്റുകളൊക്കെ വെയിറ്റ് ചെയ്യുന്നു? വന്യ അവനെ ദേഷ്യത്തിലൊന്ന് നോക്കി. ഇതിപ്പോൾ എന്നാ എത്രയും ദേഷ്യം? എബിച്ച ഞാനൊന്നും പറയുന്നില്ല. ഓരോന്ന് ഒപ്പിച്ചു വെച്ചിട്ട് ഞാനതിന് എന്ത് ചെയ്തെന്നാ നീ പറയുന്നേ? വന്യ അവളുടെ കയ്യിൽ ഒളിപ്പിച്ചിരുന്ന കാർഡ് എബിന് നേരെ വെച്ച് നീട്ടി. അതിൽ 2 ചുവന്ന വരകൾ തെളിഞ്ഞു. കണ്ടപ്പോഴേക്കും എബിന്റെ കണ്ണുകൾ തിളങ്ങി. എബിൻ ഓടി വന്ന് വന്യയെ പൊക്കിയെടുത്ത് വട്ടം കറക്കി. 1-2 ദിവസമായി എനിക്ക് ചെറിയ സംശയമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കൺഫേമായി. ആളുകളുടെ മുഖത്തിന് എങ്ങനെ നോക്കും? എന്തൊരു നാണക്കേടാണ്. എൻ്റെ കൊച്ചേ, നീ ഇതെന്ത് വർത്തമാനമാണ് പറയുന്നത്? അപ്പോഴേക്കും പുറത്ത് ഡോറിൽ മുട്ട് കേട്ടു. ഇത് നല്ല ഇടപാടാണല്ലോ. നാട്ടിൽ കിടന്ന ആൾക്കാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് കെട്ടിയവനും കെട്ടിയോളും കൂടി മുറിയിൽ കയറി വാതിലടച്ചിരിക്കുന്നത്. അമ്മച്ചി ദേഷ്യത്തിൽ നിന്ന് തുള്ളുകയാണ്. എൻ്റെ പൊന്നമ്മച്ചി, ഇത് വേറൊന്നുമല്ല. എൻ്റെ കെട്ടിയോൾക്ക് പുറത്തേക്ക് വരാൻ ഭയങ്കര നാണം. നാണമോ? എന്തിന്? അത് പിന്നെ ഇതാണ് കാരണം. എബിൻ കയ്യിലിരുന്ന കാർഡ് അവരെ കാണിച്ചു. അമ്മച്ചി ചിരിച്ചുകൊണ്ട് വന്യയുടെ അടുത്തേക്ക് വന്നു. ഇതാണോ ഇപ്പോൾ ഇത്രയും നാണത്തിന്റെ കാരണം? സന്തോഷിക്കല്ലേടി പെണ്ണെ വേണ്ടത്? എന്നാലും അമ്മച്ചി, ഇതെങ്ങനെ ആൾക്കാരോട് പറയും? നീ എന്തായാലും ഒന്നും പറയണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം. എല്ലാവരോടും നീ കുഞ്ഞുമോളെ കയ്യിലെടുക്ക്. വേണ്ട വേണ്ട, നീ കുഞ്ഞിനെ എടുക്കണ്ട, ഞാൻ തന്നെ എടുത്തോളാം. ഇനി നീ വളരെ സൂക്ഷിച്ചു വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ. എന്തായാലും കുഞ്ഞുമോളുടെ 1-ാം പിറന്നാൾ കൂടാൻ വന്നവർക്ക് ഇതൊരു ഇരട്ടി മധുരം തന്നെയായിരിക്കും. എൻ്റെ എബിച്ച, നിന്നെ ഞാൻ സമ്മതിച്ചിടാ മോളെ. മോനെ, എബിച്ചൻ്റെയും വന്യയുടെയും കുഞ്ഞിൻ്റെ 1-ാം പിറന്നാളാണ്. അതിരട്ടി മധുരം എന്നോണമാണ് ഇപ്പോൾ ഒരതിഥി കൂടി വരുന്നത്. എല്ലാവരോടും ഈ ഒരു സന്തോഷം അമ്മച്ചി തന്നെയാണ് പങ്കുവച്ചത്. എല്ലാവരും ആ സന്തോഷത്തിൽ പങ്കുചേർന്നു. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്